ഒരു വീട് പെയിൻറ്റിംഗ് പണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളെങ്ങനെ ഏത് രീതിയിലാണ് ഈ പെയിൻറ്റിംഗ് പണി ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോ. ഇതിൻ്റെ ആദ്യ ഭാഗം ഞാൻ താഴെ കൊടുക്കാം കാണാത്തവർക്കായിട്ട്. ഇത് രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രഷ് കൊണ്ട് ഒരിക്കലും കഴുകി വൃത്തിയാക്കരുത്. നല്ല രീതിയിൽ വൃത്തിയാവില്ല. പ്രഷർ വാഷർ തന്നെ ഉപയോഗിക്കുക. ആദ്യം ആ വീട്ടിൽ എവിടെയാണ് ഈർപ്പത്തിൻ്റെ പ്രശ്നം ഉള്ളത് എന്ന് കണ്ടെത്തണം. ഇവിടെ മെയിനായിട്ടും ഈ ഓടിൽ നിന്നും വരുന്ന ലീക്കേജ് താഴെ സീലിങ്ങിലോട്ട് ഇറങ്ങി അത് നല്ല രീതിയിൽ തന്നെ സീലിങ്ങും വോളുകൾക്കും ഡാമേജ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂം നേരത്തെ വാട്ടർ പ്രൂഫിങ്ങും എപ്പോക്സി ഒന്നും ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഈർപ്പം ഭിത്തിയിലോട്ട് ഇറങ്ങി അതും നല്ല രീതിയിൽ ഭിത്തിയെ ഡാമേജ് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്ലാബിൻ്റെയൊക്കെ അവസ്ഥ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം വെള്ളം ഇതിലോട്ട് ഇറങ്ങി മെയിൻ സ്ലാബിൻ്റെ കമ്പി അടക്കം തുരുമ്പിച്ച അവസ്ഥയിലാണ് നമ്മുടെ മെയിൻ പണി. അതായത് ഈ ഭിത്തിയിൽ ഈ ഈർപ്പം കൊണ്ട് അടർന്നു വന്ന ഈ പെയിൻറ്റും സിമെൻറ്റും മണലും എല്ലാം നമുക്ക് ചുരണ്ടി നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. ഇതിൽ ഒരു പോരായ്മയും കാണിക്കരുത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വീണ്ടും തലപൊക്കും. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീടിൻ്റെ പ്രശ്നം ഈർപ്പം മാത്രമല്ല, ഇവിടെ കോൺട്രാക്ടർ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മണലൊക്കെ എങ്ങനെയാണ് സിമെൻറ്റും മണലും മിക്സ് ചെയ്തിരിക്കുന്നത്, അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. എപ്പോഴും നമ്മുടെ സ്വപ്ന നിർമ്മിതി നല്ല കരങ്ങളിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്.